നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രമോദ്, സീനിയർ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, അശ്വിനി ഹോസ്പിറ്റൽ, തൃശ്ശൂർ. നമുക്കറിയാം, ഇന്ന് ലോകമെമ്പാടും ഹൃദ്രോഗമാണ് കൂടുതലായിട്ട് മരണകാരണങ്ങളിൽ ഒന്ന്. അത് ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ഇന്ത്യ ഇന്ന് കൊറോണറി ക്യാപിറ്റൽ ഓഫ് വേൾഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ കൊറോണറി ഹൃദയധമനികളുടെ രോഗവും പിന്നെ നമുക്ക് സ്ട്രോക്കും രണ്ടും കൂടിയതാണ് കാർഡിയോവാസ്കുലർ ഡിസീസ്. ഇതിനുള്ള മെയിൻ കാരണങ്ങൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. 1 ഡയബറ്റിസ്, 2 ബ്ലഡ് പ്രഷർ, 3 കൊളസ്ട്രോൾ. ഇത് മൂന്നുമാണ് മെയിൻ കാരണങ്ങൾ. ഇത് കൂടാതെ അമിതവണ്ണം, പിന്നെ വ്യായാമമില്ലായ്മ, പിന്നെ സ്മോക്കിംഗ്, ഇത് മൂന്നും പിന്നെയുള്ള കാരണങ്ങളായിരുന്നു. പിന്നെ ഏജ് കൂടുന്തോറും നമുക്ക് റിസ്ക് ഫാക്ടർ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററിയിൽ പ്രിമച്വർ ആയിട്ടുള്ള കൊറോണറി ആർട്ടറി ഡിസീസ്, അതായത് പാരമ്പര്യമായിട്ട് ആണുങ്ങളിൽ 55 വയസ്സിന് മുമ്പും സ്ത്രീകൾക്ക് 65 വയസ്സിന് മുമ്പും ഹൃദ്രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ട് നമുക്ക് ഉണ്ടാവും. നമുക്ക് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. പെട്ടെന്നുള്ള ഒരു നെഞ്ചുവേദന, അത് വരുമ്പോഴാണ് ഹൃദ്രോഗം കൊണ്ടുള്ള ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ ഹൃദ്രോഗത്തിൻ കൊണ്ടുള്ള നെഞ്ചുവേദന നമ്മുടെ ഈ സെൻട്രൽ പാർട്ട് ഓഫ് ചെസ്റ്റിലാണ് വരിക. പേഷ്യൻസിന് ഏതെങ്കിലും ഒരു പോയിന്റിലായിട്ടുള്ള വേദന ഹൃദ്രോഗം കൊണ്ടുള്ള വേദനയാവാനുള്ള സാധ്യത കുറവാണ്. രോഗികൾ ചെസ്റ്റ് പെയിൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഇങ്ങനെ സെൻട്രൽ ചെസ്റ്റിൽ കൈവച്ചിട്ട് ആ വേദന നമുക്ക് ഇടത്തെ കൈയിലേക്ക് പോകാം, തൊണ്ടയിലേക്ക് പോകാം, കവിളിൻ്റെ അവിടേക്ക് പോകാം. ഇതെല്ലാം നെഞ്ചുവേദനയുടെ ലക്ഷണങ്ങളാണ്. അതുകൂടാതെ ശ്വാസം മുട്ട് അനുഭവപ്പെടാറുണ്ട്. പെട്ടെന്നുള്ള വിയർപ്പ്, പെട്ടെന്നുള്ള ക്ഷീണം വരിക, ഛർദി വരിക. ചിലർക്ക് ഈ നെഞ്ചുവേദന വയറിൻ്റെ അവിടേക്ക് റേഡിയേറ്റ് ചെയ്തിട്ട് വയറുവേദനയായിട്ടും വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഛർദിയും ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് ഈ രോഗലക്ഷണങ്ങളായിട്ടാണ് പേഷ്യൻസ് പെട്ടെന്ന് നെഞ്ചുവേദനയോട് കൂടിയിട്ടാണ് കാഷ്വാലിറ്റിയിൽ വരാറ്. ഇത് അറ്റാക്കിൻ്റെ ഹൃദയാഘാതം വരുമ്പോഴത്തെയാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു വിഭാഗമാണ് ക്രോണിക് സ്റ്റേബിൾ എൻജൈന. അത് ഈ ബ്ലോക്കുകൾ ഗ്രാജുവലായിട്ട് വന്നിട്ട് പേഷ്യൻറ്റിന് നടക്കുമ്പോഴോ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോഴോ പതിവിൽ കവിഞ്ഞ ബുദ്ധിമുട്ടുകൾ വരിക, കിതപ്പ് വരിക, അല്ലെങ്കിൽ നെഞ്ചത്തൊരു ഭാരം അനുഭവപ്പെടുക. ഇതെല്ലാം ക്രോണിക് സ്റ്റേബിൾ എൻജൈനയുടെ ലക്ഷണങ്ങളാണ്. പിന്നെ പേഷ്യൻസിന് തലകറക്കം ഉണ്ടാവാം, കാലുമ്മ നീര് വരാം. ഇതെല്ലാം ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഈ വക സിംറ്റംസും വെച്ച് രോഗി കാഷ്വാലിറ്റിയിൽ വരുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റാണ് ECG അഥവാ ഇലക്ട്രോകാർഡിയോഗ്രാം. അപ്പോൾ ECGയിലുള്ള ചേഞ്ചസ് പ്രകാരം ST എലിവേഷൻ ഉണ്ടാവാം, ഇല്ലെങ്കിൽ നോൺ ST എലിവേഷൻ ആയിട്ട് ECGയിൽ T ഇൻവേർഷൻ അല്ലെങ്കിൽ ST ഡിപ്രഷൻ എന്നിവ ഉണ്ടാവാം. അപ്പോൾ രണ്ടിനുമുള്ള ചികിത്സ കുറച്ച് വ്യത്യാസമുണ്ട്. ST എലിവേഷൻ MI എന്നാണെങ്കിൽ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബ്ലോക്ക് തീർക്കേണ്ടി വരും. മറ്റേതാണെങ്കിൽ നോൺ ST എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണെങ്കിൽ രോഗിയെ അഡ്മിറ്റാക്കി മരുന്നുകൾ കൊടുത്ത് സെറ്റിലായ ശേഷം വീണ്ടും ആൻജിയോഗ്രാം ചെയ്ത് നമ്മൾ ബ്ലോക്കുകളിലെ നോക്കി കഴിഞ്ഞിട്ട് ഫെർദർ ഡിസിഷൻ ട്രീറ്റ്മെൻറ്റിൽ തീരുമാനിക്കും. അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പേഷ്യൻ്റ് നെഞ്ചുവേദനയായിട്ട് വന്നു, ECG നോർമലാണ്, പക്ഷേ നമുക്ക് ഹൃദയാഘാതം ഉണ്ടോ എന്ന് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് ചില ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അതിലുള്ളതാണ് ട്രോപ്പോണിൻ ടെസ്റ്റ്. ട്രോപ്പോണിൻ 2 തരമുണ്ട്, ട്രോപ്പോണിൻ T ആൻഡ് ട്രോപ്പോണിൻ I. പിന്നെ ഉള്ളത് CPK-MB. അപ്പോൾ ഇത് കാർഡിയക് എൻസൈംസ് ആണ്. പെട്ടെന്ന് ഹൃദയാഘാതം വരുമ്പോൾ ഹൃദയത്തിൻ്റെ മസിൽസുകളിൽ നിന്ന് ഈ എൻസൈംസ് നമ്മുടെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അളവ് നോക്കിക്കൊണ്ട് നമുക്ക് ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ എന്നത് എക്കോകാർഡിയോഗ്രാം ആണ്. എക്കോകാർഡിയോഗ്രാമിൽ നമുക്ക് ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ പ്രവർത്തനവും അതിൻ്റെ കൺട്രാക്ഷൻ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തിന് അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയാം. പിന്നെ വാൾവുകൾക്ക് ലീക്ക് ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാഷ്വാലിറ്റിയിൽ ഒരു നെഞ്ചുവേദനയായിട്ടൊരു രോഗി വന്നു കഴിഞ്ഞാൽ ECG, ബ്ലഡ് ടെസ്റ്റ്, ട്രോപ്പോണിൻ, പിന്നെ എക്കോകാർഡിയോഗ്രാം നോക്കിയിട്ട് നമ്മൾ അടുത്ത ചികിത്സ എന്താണെന്നുള്ളത് നിർദ്ദേശിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ECGയിൽ ST എലിവേഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും സജസ്റ്റ് ചെയ്യും. മറ്റുള്ള രോഗികൾക്ക് ഇപ്പോൾ ECGയിൽ മൈനർ ചേഞ്ചസ് ആണ്, പക്ഷേ ട്രോപ്പോണിൻ കൂടുതലാണെങ്കിൽ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ആക്കി മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ആൻജിയോഗ്രാം അഡ്വൈസ് ചെയ്യും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ക്രോണിക് സ്റ്റേബിൾ എൻജൈന എന്നുള്ള കണ്ടീഷൻ. അതിൽ രോഗികൾക്ക് നടക്കുമ്പോഴാണ് കൂടുതൽ നെഞ്ചത്ത് ഭാരവും കിതപ്പും അതൊക്കെ അനുഭവപ്പെടുക. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് ECG സാധാരണ നിലയിൽ നോർമലാവും. അപ്പോൾ അവർക്കുള്ള ഫെർദർ വർക്കപ്പ് എന്നുള്ളത് ട്രെഡ്മിൽ ടെസ്റ്റാണ്. സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയും. നമ്മൾ രോഗിയെ കൊണ്ട് നടത്തിപ്പിച്ച് ECGയിൽ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അത് ബ്ലോക്കിൻ്റെ ലക്ഷണങ്ങളാണ്.
അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് ട്രെഡ്മിൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ കൊറോണറി ആൻജിയോഗ്രാം ആണ്. കൊറോണറി ആൻജിയോഗ്രാമിൽ നമ്മൾ ഹൃദയധമനികളിലേക്ക് ഒരു കത്തീറ്റർ വഴി നമ്മുടെ കൈയിൻ്റെ നരമ്പ് വഴിയോ അല്ലെങ്കിൽ കാലിൻ്റെ നരമ്പ് വഴിയോ കത്തീറ്റർ കടത്തിവിട്ട് അതിലൂടെ ഡൈ ഇഞ്ചെക്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഏതൊക്കെ രക്തധമനികളിൽ എവിടെയെല്ലാം ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇത് വളരെ ഒരു സേഫ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് ഈ കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. മാക്സിമം ഒരു 10-15 മിനിറ്റ് എടുക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. അതിന് നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ കൊറോണറി ആൻജിയോഗ്രാം പോലെ തന്നെ ഇപ്പോൾ നമുക്ക് സ്ട്രോക്ക് വന്ന രോഗികൾക്ക് കഴുത്തിലുള്ള നരമ്പുകൾക്കോ അല്ലെങ്കിൽ തലച്ചോറിലുള്ള രക്തധമനികളിലോ ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റും. അതിന് സെറിബ്രൽ ആൻജിയോഗ്രാം അല്ലെങ്കിൽ കരോട്ടിഡ് ആൻജിയോഗ്രാം എന്ന് പറയും. അതുപോലെ തന്നെ കാലിലെ കാലിലേക്കുള്ള രക്തോട്ടം ഷുഗർ പേഷ്യൻസിന് നമുക്ക് കുറവാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെരിഫറൽ ആൻജിയോഗ്രാം ചെയ്ത് അവർക്കും ബ്ലോക്ക് എവിടെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആൻജിയോഗ്രാം എന്നത് ഒരു കോൺട്രാസ്റ്റ് ഡൈ ഇഞ്ചെക്ട് ചെയ്ത് ബ്ലോക്കുകൾ എവിടെയാണെന്നുള്ളത് അറിയുവാനുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ്. അതിനുശേഷം കൊറോണറി ആൻജിയോഗ്രാം കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിൻ്റെ ബ്ലോക്കുകൾ അനുസരിച്ച് നമ്മൾ അടുത്ത ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് രോഗികൾക്ക് സജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ചെറിയ ബ്ലോക്കുകളൊക്കെ ഉള്ളൂ എങ്കിൽ നമുക്ക് മരുന്നുകൾ കൊണ്ട് അത് ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബ്ലോക്കുകൾ എന്ന് പറഞ്ഞാൽ 80% കൂടുതലുള്ള ബ്ലോക്കുകളെയാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് പറയുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മളൊരു സൂചിപ്പിച്ച പോലെ ST എലിവേഷൻ MI ആണെങ്കിൽ രക്തധമനികളിൽ 100% ബ്ലോക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞത്. ബാക്കിയുള്ള ചികിത്സകളിൽ 80%-ൻ്റെയും 90%-ൻ്റെയും ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ മൾട്ടിപ്പിൾ ബ്ലോക്സ് ആണെങ്കിൽ നമ്മളത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ്, അതായത് ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് പറയും, അത് സജസ്റ്റ് ചെയ്യും കൂടുതൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ. അല്ലാത്ത ബ്ലോക്കുകൾ ഇപ്പോൾ 2-3 ഒക്കെ ഉള്ളൂ, ചെറിയ ബ്ലോക്കുകളൊക്കെ ആണെങ്കിൽ, നീളം കുറഞ്ഞ ബ്ലോക്കുകളാണെങ്കിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി സജസ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ആൻജിയോപ്ലാസ്റ്റി എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മുടെ രക്തധമനികളിൽ ഒരു ബ്ലോക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ബ്ലോക്കിൽ കൂടെ നമ്മൾ ആദ്യം ഒരു ഗൈഡ് വയർ പാസ് ചെയ്യും. എന്നിട്ട് ആ ബ്ലോക്കിൻ്റെ അവിടെ ഒരു ബലൂൺ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കത്തീറ്ററാണ്, അതിൻ്റെ ടിപ്പിൽ ഒരു ബലൂൺ ഉണ്ട്. ആ ബലൂൺ കൃത്യമായിട്ട് അവിടെ കൊണ്ടുവച്ച് ബലൂൺ വികസിപ്പിച്ച് ആ ബ്ലോക്കുകൾ ചുരുക്കും. അത് കഴിഞ്ഞ് ഈ വെറും ബലൂൺ കൊണ്ട് വെറുപ്പിച്ച് കഴിഞ്ഞാൽ ആ വെസൽസ് രണ്ടാമത് റീകോയിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയിൽ സ്റ്റെൻറ്റ് എന്നുള്ളത് ഒരു മെറ്റാലിക് ആയിട്ടുള്ള മെറ്റീരിയലാണ്, അത് സ്റ്റെൻറ്റ് അവിടെ ഇംപ്ലാന്റ് ചെയ്യും. അപ്പോൾ ആ വെസൽസിനെ അത് റീകോയിൽ ചെയ്യാണ്ട് അത് അവിടെ പിടിച്ചു നിർത്തും. അപ്പോൾ ഇതാണ് ആൻജിയോപ്ലാസ്റ്റി. അപ്പോൾ ആദ്യം ബലൂൺ വെച്ച് വലുതാക്കും, എന്നിട്ട് സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞത് ഒരു സ്പ്രിംഗ് പോലത്തെ ഒരു മെറ്റീരിയലാണ്, അതിൻ്റെ ഉള്ളിലൊരു ബലൂൺ ഉണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ബ്ലോക്കിൻ്റെ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് നമ്മൾ ബലൂൺ വികസിപ്പിക്കും. അപ്പോൾ സ്റ്റെൻറ്റ് അവിടെ പൊസിഷൻ ചെയ്തിട്ട് ബലൂൺ നമ്മൾ തിരിച്ച് എടുക്കും. അപ്പോൾ ഇതിനാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ആൻജിയോപ്ലാസ്റ്റിയിൽ യൂസ് ചെയ്യുന്നത് സ്റ്റെൻറ്റുകൾ മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റാണ്. പണ്ട് കാലത്ത് ബെയർ മെറ്റൽ സ്റ്റെൻറ്റ്, വെറും മെറ്റൽ മാത്രം ഉണ്ടായിരുന്ന സ്റ്റെൻറ്റ് ഉണ്ടായിരുന്നു, അത് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഡ്രഗ് എല്യൂട്ടിങ് സ്റ്റെൻറ്റ് അഥവാ മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റ് കൊണ്ടുള്ള ഗുണം എന്താണെങ്കിൽ ഭാവിയിൽ രണ്ടാമത് ബ്ലോക്ക് സ്റ്റെൻറ്റ് ഇട്ടുകൊടുത്ത് റീസ്റ്റിനോസിസ് ബ്ലോക്ക് വരാതെ ഇരിക്കുവാൻ അത് സഹായിക്കും. ഇപ്പോൾ റീസ്റ്റിനോസിസിൻ്റെ റേറ്റ് ഒരു 0.5 to 1% മാത്രമേ ഉള്ളൂ ഈ നൂതന സ്റ്റെൻറ്റുകൾ യൂസ് ചെയ്യുമ്പോൾ. ആൻജിയോപ്ലാസ്റ്റിയിൽ ഇന്ന് ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ ഡ്രഗ് എല്യൂട്ടിങ് സ്റ്റെൻറ്റിൻ്റെ സ്ഥാനത്ത്, മെറ്റാലിക് സ്റ്റെൻറ്റിൻ്റെ സ്ഥാനത്ത് ബയോ അബ്സോർബിൾ സ്റ്റെൻസ് ഇന്ന് നിലവിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഗ്രാജ്വലി നമ്മുടെ ദേഹത്തിൽ നിന്ന് അബ്സോർബ് ചെയ്ത് പോകും. അപ്പോൾ ഒരു കൊല്ലം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെൻറ്റിൻ്റെ ഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ വിസിബിൾ ആവില്ല. നമ്മൾ ആ സ്റ്റെൻറ്റിൻ്റെ അറ്റത്തുള്ള മാർക്കേഴ്സ് മാത്രമാണ് നമുക്ക് എക്സ്റേയിൽ വിസിബിൾ ആവുള്ളൂ. ഇത് ബയോ അബ്സോർബിൾ സ്റ്റെൻറ്റ് എന്ന് പറയും. അപ്പോൾ യങ് ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് കൂടുതൽ നല്ലതാണ് ഈ ബയോ അബ്സോർബിൾ സ്റ്റെൻറ്റ്. മറ്റേ സാധാരണ സ്റ്റെൻറ്റുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണ് എന്ന് മാത്രം. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഇപ്പോൾ കാൽസ്യം നിറഞ്ഞിട്ടുള്ള ബ്ലോക്കുകളാണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് മെയിനിലുള്ള ബ്ലോക്കുകൾ. ലെഫ്റ്റ് മെയിനിലുള്ളതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള മെയിൻ രക്തധമനിയാണ് ലെഫ്റ്റ് മെയിൻ. അതിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ടാണ് 2 രക്തധമനികളാവുന്നത്, ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് ആൻഡ് ലെഫ്റ്റ് സർക്കംഫ്ലക്സ്.
അപ്പോൾ പണ്ട് കാലത്തൊക്കെ ലെഫ്റ്റ് മെയിനിലുള്ളതോ അല്ലെങ്കിൽ കാൽസ്യം എന്ന് പറഞ്ഞ ബ്ലോക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ബൈപ്പാസിനാണ് പറയാറ്. ഇന്ന് ആൻജിയോപ്ലാസ്റ്റി വികസിച്ച് വന്നത് കൊണ്ട് അങ്ങനത്തെ എല്ലാം ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതിനുള്ള എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കാൽസ്യം കണ്ടെയ്നിങ് ലീഷൻസ് ആണെങ്കിൽ നമ്മൾ ആദ്യം കാൽസ്യം ഡീബൾക്ക് ചെയ്യേണ്ടി വരും. കാൽസ്യം ചിരണ്ടി കളഞ്ഞ് കണ്ടിട്ട് എന്നിട്ട് പിന്നെ ആൻജിയോപ്ലാസ്റ്റി ബലൂൺ വെച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബലൂൺ വെച്ച് അത് കഴിഞ്ഞ് സ്റ്റെൻറ്റ് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാൽസ്യം ഡീബൾക്കിങ്ങിനുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്ന് റോട്ടാബ്ലേഷൻ അല്ലെങ്കിൽ റൊട്ടേഷണൽ ആത്റക്ടമി എന്ന് പറയും. ഇതേപോലെ തന്നെ ഒരു കത്തീറ്ററാണ്. അതിൻ്റെ അറ്റത്ത് ഡയമണ്ട് കോട്ടഡ് ചിപ്സ് ഉണ്ട്. അത് നമ്മൾ രക്തധമനികളിൽ കടത്തി വിട്ട് അത് ഇങ്ങനെ വട്ടത്തിൽ കറക്കി ഗ്രൈൻഡ് ചെയ്ത് ആ കാൽസ്യത്തിന് ചിരണ്ടി കളയുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് റോട്ടാബ്ലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ വേറൊരു വകഭേദമാണ് ഓർബിറ്റൽ ആത്റക്ടമി എന്ന് പറയുന്നത്. രണ്ടിലും നമ്മൾ കാൽസ്യം ഈ ആത്രോസ്ക്ലോട്ടിക് പ്ലാക്കിനെ ചിരണ്ടി കളഞ്ഞ് അവിടെ വൃത്തിയാക്കി അതിനുശേഷം ബാക്കി ആൻജിയോപ്ലാസ്റ്റി പ്രൊസീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെയുള്ളത് ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി അല്ലെങ്കിൽ IVL എന്ന് പറയും. അത് നമ്മൾ ലേസർ വെച്ചിട്ട് ബലൂൺ കൊണ്ട് ഈ സാധാരണ ബലൂൺ കൊണ്ട് ഇൻഫ്ലേറ്റ് ആവാത്ത ഈ കാൽസ്യം നിറഞ്ഞ ബ്ലോക്കുകളിൽ ലേസർ വെച്ചിട്ട് അത് വലുതാക്കി ഇൻട്രാവാസ്കുലറായിട്ട് അത് കൊടുത്തിട്ട് ആ ബ്ലോക്ക് തീർത്തുകൊണ്ട് വീണ്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. പിന്നെ വെറും ലേസർ ആൻജിയോപ്ലാസ്റ്റി ഉണ്ട്, അതുകൊണ്ടും ലേസർ കൊണ്ടും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ഇന്ന് ആൻജിയോപ്ലാസ്റ്റിയിൽ നൂതനമായ പല വിദ്യകളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി ഇന്ന് സുഗമമായിട്ട് നടക്കാൻ നമുക്ക് സാധിക്കുന്നു. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുവാനായിട്ട് വേറെയും കുറച്ച് മെഷീൻസ് ഉണ്ട്. അതായത് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് അല്ലെങ്കിൽ OCT എന്ന് പറയും, ഒപ്റ്റിക്കൽ കൊഹിറൻസ് ടോമോഗ്രാഫി. ഇത് നമുക്ക് ഈ ആൻജിയോഗ്രാമിൽ നമ്മൾ കണ്ടിട്ടുള്ള ബ്ലോക്കുകളിൽ കാൽസ്യം എത്രയുണ്ട്, കാൽസ്യം മുഴുവൻ ചുറ്റളവിലുണ്ടോ, പിന്നെ എത്ര ലെങ്തിനുള്ള ബ്ലോക്ക് ഉണ്ട്, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ഫെർദർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇത് രണ്ടും നമ്മുടെ ആൻജിയോപ്ലാസ്റ്റിക്ക് ഒരു സഹായകമായിട്ടുള്ള ഒരു യൂസ് ഉള്ളതാണ് ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് ആൻഡ് ഒപ്റ്റിക്കൽ കൊഹിറൻസ് ടോമോഗ്രാഫി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് സ്റ്റെൻറ്റ് പൊസിഷൻ ചെയ്യുകയും സ്റ്റെൻറ്റ് വികസിപ്പിക്കുകയും എല്ലാം ചെയ്താൽ ഭാവിയിൽ സ്റ്റെൻറ്റ് രണ്ടാമത് റീകോയിൽ ചെയ്യാണ്ടിരിക്കാനോ അല്ലെങ്കിൽ ബ്ലോക്ക് വരാതിരിക്കാനോ എല്ലാം സഹായിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ ചികിത്സാ രീതിയായ ബൈപ്പാസിനെ കുറിച്ച് നോക്കാം. ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആൻജിയോഗ്രാം ചെയ്ത ബ്ലോക്കുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്ത ബ്ലോക്കുകളാണെങ്കിൽ ബൈപ്പാസിന് വിടും. അപ്പോൾ ബൈപ്പാസ് നമ്മൾ കാർഡിയക് സർജൻസ് ആണ് ചെയ്യുന്നത്. ബൈപ്പാസിൽ നമ്മുടെ രക്തധമനികളിൽ വേറെ ആർട്ടറി എടുത്തിട്ട് ഈവൻ കാലിമലത്തെ നരമ്പ് വെയിൻസ് എടുക്കും. പിന്നെ അല്ലെങ്കിൽ ഇവിടുത്തെ ലിമ എന്ന് പറയും, ലെഫ്റ്റ് ഇന്റേണൽ മെമ്മറി ആർട്ടറി, അത് ആർട്ടറിയാണ്. പിന്നെ വെയിനും എടുക്കും. അപ്പോൾ വീനസ് ഗ്രാഫ്റ്റും ഉണ്ട്, ആർട്ടീരിയൽ ഗ്രാഫ്റ്റും ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ അയോട്ടയിൽ നിന്ന് കണക്ട് ചെയ്ത് നമ്മുടെ ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് ബൈപ്പാസ് ചെയ്ത് അവിടെ കൊണ്ടുപോയി കണക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ബ്ലോക്കുകൾ അവിടെ നിൽക്കും, പക്ഷേ അതിന് വേറെ ഒരു രക്തധമനി കണക്ട് ചെയ്ത് ഡിസ്റ്റൽ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സഹായിക്കും. അതാണ് ബൈപ്പാസ് പ്രൊസീജിയർ. അപ്പോൾ ഇതിന് പേഷ്യൻസിന് കൂടുതൽ റെസ്റ്റ് ആവശ്യമുണ്ട്. സ്റ്റേർണം കട്ട് ചെയ്തിട്ട് ഇവിടെ ചെസ്റ്റിൽ മുറിവുണ്ടാക്കിയിട്ടാണ് ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അപ്പോൾ പേഷ്യൻസിന് ഒരു 3 മാസത്തെ റെസ്റ്റ് ആവശ്യമുണ്ട്. ബോൺ ഹീൽ ചെയ്യാൻ സമയമെടുക്കും. പക്ഷേ ലോങ് ടേം ആയിട്ട് ബൈപ്പാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസത്തിന് ശേഷം പേഷ്യൻറ്റിന് ബാക്കി കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. സുഖമായിട്ട് നല്ല ജീവിതം നയിക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നെങ്കിൽ മെഡിക്കൽ മാനേജ്മെൻറ്റ്, രണ്ടാമത് ആൻജിയോപ്ലാസ്റ്റി, മൂന്നാമത് ബൈപ്പാസ്. ഇത് മൂന്നുമാണ് നമ്മൾ ആൻജിയോഗ്രാം കഴിഞ്ഞ ശേഷം പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയിട്ട് നമുക്കുള്ളത്. ഇനി ഒരു ഹൃദയാഘാതം കഴിഞ്ഞിട്ടുള്ള രോഗികൾക്ക് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള മരുന്നുകളാണ് കൊടുക്കുന്നത് എന്ന് നോക്കാം. സാധാരണയായി ആസ്പിരിൻ, പിന്നെ ക്ലോപ്പിഡോഗ്രൽ, ടിക്കാഗ്രലോ, ട്രാസുഗ്രൽ, ഇതെല്ലാം നമ്മുടെ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ആൻറ്റിപ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകളാണ്. ഇപ്പോൾ ഒരു ഹൃദയാഘാതമോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ബൈപ്പാസോ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള ഗുളികകൾ നമ്മൾ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതാണ്. ഏതെങ്കിലും ഈ രോഗികൾക്ക് വേറെ ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ പല്ല് പറിക്കുകയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഗുളികകൾ നിർത്തേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കാണുന്ന കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് കണ്ട് കൺസെൻറ്റ് വാങ്ങി എത്ര ദിവസം നിർത്തണം, എത്ര ദിവസം കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് തുടങ്ങാൻ പറ്റുമെന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്.
ഒരു കാരണമില്ലാതെ പെട്ടെന്ന് രക്തധമനികൾ ഈ ആൻറ്റിപ്ലേറ്റ്ലെറ്റ് ഗുളികകൾ നിർത്തിക്കഴിഞ്ഞാൽ അത് ഈ രക്തധമനികളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനും സ്റ്റെൻറ്റ് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് ബ്ലോക്ക് വരാനും ഹൃദയാഘാതം ഉണ്ടാവാനും എല്ലാം സാധ്യതയുണ്ട്. ഇനി ഏതൊക്കെ മരുന്നുകളാണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുന്തോറും നമുക്ക് ഈ നെഞ്ചിടിപ്പ് ഹാർട്ടിലേക്കുള്ള സർക്കുലേഷൻ കുറയും. അപ്പോൾ ഒരു വിഭാഗം ഡ്രഗ്സ് ഉണ്ട്, ബീറ്റ ബ്ലോക്കർ എന്ന് പറയും, നമ്മുടെ ഹൃദയ മിടിപ്പിനെ കുറയ്ക്കുവാൻ വേണ്ടിയുള്ളതാണ്. അത് ഒരു ആൻറ്റി എൻജൈനൽ ഡ്രഗും കൂടിയാണ്. അതുപോലെ അടുത്ത ആൻറ്റി എൻജൈനൽ ഡ്രഗാണ് നൈട്രേറ്റ്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഹൃദയധമനികളെ വികസിപ്പിക്കുകയും രക്തോട്ടം സുഗമമായി നടത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നൈട്രേറ്റ്സ് ഉണ്ടാവും, ബീറ്റ ബ്ലോക്കേഴ്സ് ഉണ്ടാവും. പിന്നെ ഹൃദയത്തിൻ്റെ പമ്പിങ് കുറവാണെങ്കിൽ അതിനുള്ള മരുന്നുകളായിട്ട് ഏസ് ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ ആർണി എന്ന് പറയും. അത് നമ്മുടെ ഹൃദയധമനികളെ, ഹൃദയത്തിൻ്റെ മസിൽസിനെ ശക്തിപ്പെടുത്തുവാനും പുഷ്ടിപ്പെടുത്തുവാനും വേണ്ടിയുള്ള മരുന്നുകളാണ്. അതിൻ്റെ റീമോഡലിങ്ങിനും എല്ലാം സഹായിക്കുന്ന മരുന്നുകളാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ഹൃദയാഘാതം കഴിഞ്ഞ രോഗികളിൽ ഇതിൻ്റെ എല്ലാം വേരിയസ് കോമ്പിനേഷൻസ് മരുന്നുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെയുള്ളതാണ് കൊളസ്ട്രോളിൻ്റെ ഗുളിക. കൊളസ്ട്രോളിൻ്റെ ഗുളിക ഒരു ഹൃദയാഘാതം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈഫ് ലോങ് ആയിട്ട് കൊളസ്ട്രോളിൻ്റെ ഗുളിക കഴിക്കേണ്ടി വരും. എല്ലാ രോഗികൾക്കുമുള്ള സംശയമാണ് വന്ന് ചോദിക്കുക. അവർ ചോദിക്കാറുണ്ട് സാധാരണ, കൊളസ്ട്രോൾ എൻ്റെ നോർമലാണല്ലോ, പിന്നെ എന്തിനാ ഇനി ഗുളിക കഴിക്കണേ എന്നുള്ളത്. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ ഗുളിക നമുക്ക് ഹൃദയാഘാതം വരാതിരിക്കുവാനും സഹായിക്കും. കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല കൊളസ്ട്രോൾ ഗുളികയുടെ യൂസ്. അതുകൊണ്ട് നമ്മുടെ രക്തധമനികളിൽ റീമോഡലിംഗ് വരും, അതിൻ്റെ പ്ലാക്കൊക്കെ മോഡിഫൈ ചെയ്യും. അപ്പോൾ പ്ലാക്ക് സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ രണ്ടാമത് പെട്ടെന്ന് ആ പ്ലാക്ക് പൊട്ടി ഹൃദയാഘാതം വരാതെ സംരക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഹൃദയാഘാതം ഉണ്ടായിട്ടുണ്ട്, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഹൈഡോസ് സ്റ്റാറ്റിൻസ് എന്ന് പറയും. അതായത് 40 മില്ലിഗ്രാം ഒക്കെ അറ്റോവസ്റ്റാറ്റിൻ നമ്മൾ സാധാരണ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ള പ്ലിയോട്രോപ്പിക് എഫക്ട്സിനും കൂടിയിട്ടാണ്, സ്റ്റാറ്റിൻസിൻ്റെ മറ്റ് യൂസിന് വേണ്ടിയിട്ടാണ്. കൊളസ്ട്രോൾ കുറയ്ക്കുക എന്നുള്ള മാത്രം ഉദ്ദേശമല്ല. അപ്പോൾ ഒരു കാരണവശാലും ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഡോസ് നിങ്ങളായിട്ട് കുറയ്ക്കുകയായിരിക്കും. മരുന്നുകൾ കൂടാതെ എന്തൊക്കെ അഡ്വൈസ് നമ്മൾ സാധാരണ കൊടുക്കാറ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ പുകവലിക്കുന്ന ആളാണെങ്കിൽ സ്മോക്കിംഗ് നമ്മൾ മുഴുവനായിട്ട് തന്നെ നിർത്തലാക്കണം. സ്മോക്കിങ്ങിലുള്ള നിക്കോട്ടിൻ എന്ന കണ്ടന്റ് നമ്മുടെ രക്തധമനികളിൽ അടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാക്കുവാനുള്ള സാധ്യത കൂട്ടുന്നു, പെട്ടെന്നുള്ള വാസോ കൺസ്ട്രിക്ഷൻ വരുന്നു, ഹൃദയാഘാതം ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരിക്കൽ ഹൃദയാഘാതം വന്നവർ എന്തായാലും സ്മോക്കിംഗ് മുഴുവനായിട്ട് തന്നെ നിർത്തണം. അത് അറ്റാക്ക് വരുന്നേക്കാളും മുമ്പ് എന്തായാലും സ്മോക്കിംഗ് നിർത്തണം. പക്ഷേ ഹൃദയാഘാതം വന്നവർ എന്തായാലും പിന്നെ രണ്ടാമത് പുകവലിക്കരുത്. അത് നമ്മൾ കൃത്യമായിട്ട് അഡ്വൈസ് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വ്യായാമം, അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ, ഹൃദയത്തിൻ്റെ കണ്ടീഷനനുസരിച്ചിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ വ്യായാമം ചെയ്യേണ്ടതാണ്. സാധാരണ നിലയ്ക്ക് 30 to 40 മിനിറ്റ്സ് ഓഫ് ബ്രിസ്ക് വാക്കിംഗ് ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ജിമ്മിലൊക്കെ പോയിട്ട് എക്സസൈസ്, കാർഡിയോ എയറോബിക് എക്സസൈസുകൾ ചെയ്യാം. ഒന്നും പറ്റിയില്ലെങ്കിലും നമ്മൾ ഡെയിലി ഒന്ന് നടന്നാൽ അത് ഏറ്റവും നല്ലത്. 30 to 40 മിനിറ്റ് ഒരു ആഴ്ചയിൽ ഒരു മിനിമം 5 ദിവസമെങ്കിലും നടക്കുന്നത് ഒന്ന് ശീലമാക്കുക. അത് വെറുതെ പതുക്കെ നടക്കല്ല, ബ്രിസ്ക് വാക്കിംഗ് വേണം. നമ്മൾ കുറച്ച് വയർത്ത് ഔട്ട്ഡോർ ഏരിയാസിൽ നടന്നാൽ അത് കുറച്ച് നമുക്ക് നല്ല കുളിർമയും കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും. അപ്പോൾ മിനിമം ആഴ്ചയിൽ 5 ദിവസം നടക്കുക. സിറ്റിംഗ് ഈസ് ദ നെക്സ്റ്റ് സ്മോക്കിംഗ്. അതായത് നമ്മൾ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുകയാണ്, വ്യായാമമൊന്നും ഇല്ലെങ്കിൽ അത് സ്മോക്കിങ്ങിന് ഇക്വലൻ്റ് ആയിട്ടാണ് ഇന്ന് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജോലി സ്ഥലത്ത് എന്തൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും? ഇപ്പോൾ നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് കയറുകയാണെങ്കിൽ ലിഫ്റ്റ് ഒഴിവാക്കുക, സ്റ്റെപ്പ് വഴി കയറുക. പിന്നെ ഇടയ്ക്ക് ജോലി സ്ഥലത്ത് കുറച്ച് നേരം എഴുന്നേറ്റ് നടന്ന്, കസേരകളിൽ നടന്ന് എഴുന്നേറ്റ് നടക്കുക. ഇതെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്കൊരു എക്സസൈസാണ്, ജോലി സ്ഥലത്ത് ഒരു റിലാക്സേഷനാണ്. അപ്പോൾ ഒരു കസേരയിൽ കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ജോലി സ്ഥലത്ത് തന്നെ ലിഫ്റ്റ് ഒഴിവാക്കി പരമാവധി നടക്കാൻ ശ്രമിക്കുക. ഭക്ഷണക്രമത്തിൽ നമ്മൾ എന്തൊക്കെ ചിട്ടകളാണ് പാലിക്കേണ്ടത് എന്ന് നോക്കാം. ഷുഗറുള്ള രോഗികളാണെങ്കിൽ നമുക്ക് അരിഭക്ഷണം ഒരു നേരം മാത്രമായി ലിമിറ്റ് ചെയ്യുക. രാത്രിയിലുള്ള ഭക്ഷണത്തിൽ ഗോതമ്പ്, ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശയോ ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ മില്ലറ്റ്സ് തുടങ്ങിയ മറ്റു ധാന്യങ്ങൾ ഉപയോഗിക്കാം. പിന്നെ ബേക്കറി സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. ചായയിലും കാപ്പിയിലും മധുരം ഒഴിവാക്കുക. പിന്നെ നമുക്ക് ഹൃദയാഘാതം ഉണ്ടായവർക്കാണെങ്കിൽ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ, പിന്നെ മുട്ടയുടെ മഞ്ഞ ഭാഗം, പിന്നെ വറുത്ത സാധനങ്ങൾ, റെഡ് മീറ്റ്, മട്ടൻ, ബീഫ് മുതലായവ ഇതെല്ലാം ഒഴിവാക്കുക.
എന്നാൽ മത്സ്യം കറി വെച്ച് കഴിക്കുന്നത് കുഴപ്പമില്ല. അതിൽ ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ട് അത് നമ്മുടെ ഹൃദയത്തിന് നല്ലതാണ്. കൊളസ്ട്രോളിൻ്റെ കണ്ടന്റ് നല്ലതാക്കാനുള്ളത് അതിൽ ഉണ്ട്. അപ്പോൾ അത് ഭക്ഷണക്രമങ്ങളിൽ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ സ്ഥിരം ന്യൂസ് പേപ്പറിലേക്കെല്ലാം വായിക്കുന്നതാണ് ഈ കോവിഡിന് ശേഷം പെട്ടെന്ന് ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചു, ജിമ്മിൽ പോയിട്ട് എക്സസൈസിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു എന്നെല്ലാം. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ചെറിയ കുട്ടി അല്ലെങ്കിൽ 15-20 വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെയുള്ള പെട്ടെന്നുള്ള കുഴഞ്ഞു വീണിട്ടുള്ള മരണം ഫുട്ബോൾ കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ബാഡ്മിന്റൺ കളിക്കുമ്പോഴോ അങ്ങനെ ഉണ്ടാവുന്നത് കൂടുതൽ അവർക്ക് ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഹൃദയത്തിനുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, കാർഡിയോമയോപ്പതി മുതലായ അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. എന്നാൽ ഒരു 25 വയസ്സിന് ശേഷം ഈ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണൽ മരിക്കല് എന്തായാലും ഹൃദയരോഗം തന്നെയാണ് അതിനുള്ളൊരു കാരണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു എക്സസൈസ് തുടങ്ങാൻ പോകുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടെന്നുള്ള ഇങ്ങനെ കുഴഞ്ഞു വീണൽ മരിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ് എന്തായാലും ഒരു കാർഡിയോളജിസ്റ്റിനെ കണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ECGയും എക്കോയും നോക്കി വേറെ ഹൃദയ സംബന്ധമായ വേറെ അസുഖങ്ങൾ, ജനറ്റിക്കലായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഒരു 25 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിന് മീതെയുള്ളവർക്ക് ഇതുപോലെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവരെന്തായാലും ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഓൾറെഡി ഹൃദ്രോഗം വന്നിട്ടുള്ള ആളുകൾ എക്സസൈസ് തുടങ്ങുമ്പോൾ ഡോക്ടറോട് ചോദിച്ച് ഏതൊക്കെ എക്സസൈസ് അവർക്ക് പറ്റുമെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ട് മാത്രമാണ് ജിമ്മിൽ പോയിട്ട് എക്സസൈസുകൾ ചെയ്യാൻ പാടുള്ളൂ. കൂടുതൽ നമ്മൾ സ്ട്രെയിൻ ചെയ്ത് പെട്ടെന്ന് ഓവർ സ്ട്രെയിൻ ചെയ്യുമ്പോഴാണ് പെട്ടെന്നുള്ള ഹൃദയാഘാതം ഉണ്ടാവുന്നത്. പിന്നെ എക്സസൈസ് തുടങ്ങുമ്പോഴും ജിമ്മിൽ പോയിട്ട് എക്സസൈസുകൾ തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യം ഒരു വാമപ്പ് ചെയ്ത് കുറച്ച് അത് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എക്സസൈസ് കഴിഞ്ഞാൽ കൂളിംഗ് പീരീഡ്. അപ്പോൾ വാമപ്പും എക്സസൈസും കൂളിംഗ് പീരീഡും കൃത്യമായി പാലിച്ച് എന്നാലാണ് നമ്മുടെ ബോഡിക്ക് പെട്ടെന്നുള്ള എക്സസൈസിൽ ഉണ്ടാകുന്ന ഹൃദയമിടിപ്പ് കൂടുതലും വ്യതിയാനങ്ങളും എല്ലാം ബോഡിക്ക് സൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള പ്രോപ്പർ മെത്തേഡ് ഓഫ് എക്സസൈസുകൾ ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ പാരമ്പര്യമായിട്ട് ഹൃദ്രോഗവും പാരമ്പര്യമായിട്ട് പെട്ടെന്നുള്ള കുഴഞ്ഞു വീണ് മരിക്കൽ അങ്ങനെയൊക്കെയുള്ളവർ എന്തായാലും ഒരു കാർഡിയോളജിസ്റ്റിന്റെ അഡ്വൈസിന് ശേഷം ടെസ്റ്റുകൾ നടത്തിയിട്ട് മാത്രമാണ് വ്യായാമങ്ങളിൽ ഏർപ്പെടാൻ പാടുള്ളൂ. ബാക്കിയുള്ളവർ ഹൃദയാഘാതം വന്നിട്ടുള്ളവരായാലും കാർഡിയോളജിസ്റ്റ് അഡ്വൈസ് ചെയ്യുന്നത് പോലെയുള്ള വ്യായാമങ്ങൾ കൊണ്ട് നടന്നാൽ കുഴപ്പമില്ലാതെ പോയിക്കോളും. ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ മരുന്നുകൾ കഴിക്കുകയും വ്യായാമം ചെയ്യുകയും പുകവലി നിർത്തി നല്ലൊരു ആരോഗ്യ ജീവിതം കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹൃദയാരോഗ്യം കാത്തു സൂക്ഷിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.